അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി വനുസല്ലിമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കൊരു മെസ്സേജ് നൽകുന്നുണ്ട്. സയഅതി സമാനുൻ അലാ ഉമ്മ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു വമസാജിദുഹും ആമിറ വഹിയ ഖറാബും മിനൽ ഹുദ. വളരെ അർത്ഥവത്തായ ഒരു ഹദീസാണത്. എൻ്റെ ഉമ്മത്തിലേക്കൊരു കാലഘട്ടം വരാനിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താ? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക നാമമുള്ള കുറേ ആളുകളുണ്ടാകും. ഇസ്ലാമിൻ്റെ ഒരു ചൈതന്യവും അതിൻ്റെ ഒരു അടയാളങ്ങളും അവരെ കയ്യിൽ കാണുകയില്ല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. പരിശുദ്ധമായ ഖുർആൻ എല്ലാ പള്ളികളിലും എല്ലാ വീടുകളിലും വളരെ ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ടാകും. പക്ഷേ അത് ഓതുന്നവരും അത് പഠിക്കുന്നവരും അത് മനസ്സിലാക്കുന്നവരും ആ ഖുർആൻ ഉപയോഗിച്ച് ആ ഖുർആൻ പറഞ്ഞനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്നവരും ഉണ്ടാവുകയില്ല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വമസാജിദുഹും ആമിറ. അക്കാലഘട്ടത്തിലുള്ള പള്ളികൾ അത് വലിയ നല്ല ഭംഗിയുള്ള പള്ളികളാവും. എല്ലാ പള്ളികളും AC പിടിപ്പിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് പറയുന്നത് നാം ഒന്ന് മനസ്സിലാക്കണം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയെക്കുറിച്ച് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഞങ്ങൾ വീഴാൻ പോകുന്ന സമയത്ത് ആ പള്ളിയുടെ തൂണൊന്ന് പിടിച്ചാൽ പള്ളി കുലുങ്ങുമായിരുന്നു. മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മുഴുവനും വെള്ളം വരുമായിരുന്നു. ആ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, വമസാജിദുഹും ആമിറ വഹിയ ഖറാബും മിനൽ ഹുദാ. അക്കാലഘട്ടത്തിലെ പള്ളികൾ മുഴുവനും അമ്പരച്ചുംബികളായി വളരെ ഭംഗിയുള്ള എല്ലാ ആർഭാടങ്ങളും നിറഞ്ഞ പള്ളികളാവും. വഹിയ ഹറാബും മിനൽ ഹുദാ. ആ പള്ളികളിൽ ഹിദായത്തിൻ്റെ ഒരു സന്മാർഗം പോലും ഒരു സന്ദേശം പോലും ഉണ്ടാവുകയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജമാഅത്തിന് ആളുകൾ ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുന്ന ദർസുകൾ ആ പള്ളിയിൽ ഉണ്ടാവുകയില്ല. ദർസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ദർസിനെ നിരുത്സാഹപ്പെടുത്തുന്ന പള്ളികളാവും. ആ കാലഘട്ടത്തിലുള്ള ഭരണകർത്താക്കളും പള്ളിയോട് പ്രതിബദ്ധതയില്ലാത്ത, ദീനോടൊരു കടപ്പാടില്ലാത്ത, ദീൻ്റെ ഒരു ഷിഹാറുമില്ലാത്ത ജാഹിലീങ്ങളായ ഒരു അറിവുമില്ലാത്ത ആളുകളായിരിക്കും അക്കാലഘട്ടത്തിൽ പള്ളി ഭരിക്കുന്നവർ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വമസാജിദുഹും ആമിറ വഹിയ ഖറാബും മിനൽ ഹുദാ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ കാലഘട്ടത്തിലെ ഉലമാക്കൾ, ദീൻ പറഞ്ഞു കൊടുക്കേണ്ടവർ, ആ ദീനിനെ സമ്പത്തിന് വേണ്ടി വിൽക്കുന്നവരും ആ ദീനെ മറച്ചു വെക്കുന്നവരും ആ ദീൻ്റെ യഥാർത്ഥ വഴികൾ പറഞ്ഞു കൊടുക്കാത്തവരും അവരായിരിക്കും ഭൂമിയിലെ ഏറ്റവും വലിയ ഫിത്ന നടത്തുന്നവർ. അവരിലേക്ക് തന്നെ ആ ഫിത്നകൾ മടങ്ങുക ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരന്മാരും സഹോദരിമാരും, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. ഖുർആൻ ഓതി തീർക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.